വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ആൻറ്റൺ ചെക്കോവ് എഴുതിയ ഗൂസ്ബെറീസ് എന്ന സ്റ്റോറിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പഠന സൗകര്യാർത്ഥം 3 പാർട്സ് ആയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് പാർട്ട് 1 വീഡിയോ, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തും വെക്കുന്നുണ്ട്. ഇനി കൂടുതൽ ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് അവിടെ ലഭ്യമാണ്. ആൻറ്റൺ ചെക്കോവ് ഒരു റഷ്യൻ എഴുത്തുകാരനാണ്. നമ്മുടെ ഈ കഥയിലെ സെറ്റിംഗ് ഒക്കെ റഷ്യയിലെ ഒരു ഗ്രാമമാണ്. പിന്നെ ഈ ഒരു സ്റ്റോറി ഭയങ്കര ഫിലോസഫിക്കലാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ സ്ലോയിൽ പതുക്കെ വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇതിലുള്ള ഓരോ കാര്യങ്ങൾക്കും ഡീപ്പായ അർത്ഥം കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഇതിൽ പല കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഗൂസ്ബെറീസ് ആണല്ലോ ഇതിൻ്റെ ടൈറ്റിൽ. ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കയാണ്. അപ്പോൾ അതൊരു സിമ്പിളായിട്ട് കാണുകയാണെങ്കിൽ, ഇതിലെ പല കാര്യങ്ങളും ഒരു സിമ്പിളായിട്ട് കാണുമ്പം നിങ്ങൾക്ക് ഭയങ്കര ഡീപ്പായിട്ട് കുറച്ച് ഫിലോസഫിക്കലായിട്ടൊക്കെ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. അതല്ലാതെ ഭയങ്കര സംഭവബഹുലമായിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നുമല്ല, വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞാൽ നെല്ലിക്കകളാണ്. അതൊരു സിമ്പിളാണ് ശരിക്കും. ലൈഫിനെ തന്നെയാണ് ഒരു പക്ഷേ നെല്ലിക്ക, ഈ ഗൂസ്ബെറി സിമ്പിളൈസ് ചെയ്യുന്നത്. കാരണം ലൈഫിലെ പല ഘട്ടങ്ങളിലും നമുക്ക് ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. അപ്പോൾ ഈ കഥയിലും അങ്ങനെ ഒരു കഥാപാത്രത്തിന് സംഭവിക്കുന്നുണ്ട്. ആദ്യം കയ്പായിരുന്നു അയാളുടെ ജീവിതം, പിന്നെ മധുരിക്കുന്നതായി. നമുക്ക് കഥ വായിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാവും. പിന്നെ ഈ സ്റ്റോറിയെ ഒരു ഫ്രെയിം സ്റ്റോറി എന്ന് നമുക്ക് വിളിക്കാം. ഫ്രെയിം സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്റ്റോറി വിത്തിൻ എ സ്റ്റോറിയാണ് ഫ്രെയിം സ്റ്റോറി. അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കഥ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു പാടവരമ്പത്തിലൂടെ ഒക്കെ പാടത്തിലൂടെ ആയിട്ട് ഇവാൻ ഇവാനിച്ചും ബോർഖിനും ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവാൻ ഇവാനിച്ച് എന്ന് പറഞ്ഞ കഥാപാത്രം ഇതിലെ ഒരു വെറ്ററിനറി സർജനാണ്, ഒരു മൃഗ ഡോക്ടറാണ് ഇവാൻ ഇവാനിച്ച്. ഇനി ബോർഖിൻ ഒരു സ്കൂൾ മാസ്റ്ററാണ്. ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാണ്. ഈ കഥ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നു. അപ്പോൾ അവരുടെ സുഹൃത്തായിട്ടുള്ള അലിയോക്കിൻ, അതൊരു കൃഷിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ചുകൊണ്ട് ഇവാൻ ഇവാനിച്ച് തൻ്റെ ബ്രദറായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിനെ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു, നിക്കോളായ്, അതായത് ഇവാൻ്റെ ബ്രദറായ നിക്കോളായുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് വരുന്നത്. അപ്പോൾ ഒരു കഥക്കുള്ളിൽ മറ്റൊരു കഥയുണ്ട്. അപ്പോൾ കഥയുടെ ആദ്യത്തിലെ നമുക്ക് ഇവാൻ ഇവാനിച്ചിനെയും അതുപോലെ തന്നെ ബോർക്കിനെയും അലിയോക്കിനെയും കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കഥയുടെ ഉള്ളിലുള്ള കഥയായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിൻ്റെ കഥയാണ്. അപ്പോൾ നിക്കോളായ് ഇവാനിച്ചിനാണ് ഈ ഗൂസ്ബെറീസൊക്കെ ഭയങ്കര പ്രിയമായിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ കഥ തുടക്കം മുതൽ. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി അല്ല ഇത്, ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കഥയാണ്. അപ്പോൾ ആൻറ്റൺ ചെക്കോവ് റഷ്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനാണ്. അലക്സാണ്ടർ പുഷ്കിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനാണ് ആൻറ്റൺ ചെക്കോവ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ കൊടുത്ത ഭാഗം വായിക്കാം. ചെക്കോവ്സ് ഗൂസ്ബെറീസ് ഈസ് എ സ്റ്റോറി ഓഫ് 2 brothers who pursue happiness in their own ways. ചെക്കോവ് എഴുതിയ ഈ ഗൂസ്ബെറീസ് എന്ന കഥ 2 സഹോദരങ്ങളുടേതാണ്. ആരൊക്കെയാണത്? നിക്കോളായ് ഇവാനിച്ചും ഇവാൻ ഇവാനിച്ചും. ഓക്കെ, ഈ 2 പേരുടെയും കഥകളാണ്. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ സന്തോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. The story provides ample opportunities to examine critically the ways they have chosen. അതായത് ഈ 2 കഥാപാത്രങ്ങളും ഈ 2 ബ്രദേഴ്സും അവരുടേതായിട്ട് രീതിയിൽ സന്തോഷത്തെ കണ്ടെത്താൻ അവർ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ ഇഷ്ടംപോലെ അവസരം ഈ കഥയിലുണ്ട്. അതിനെ പല രീതിയിൽ, അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം ഈ കഥ അനുഭവപ്പെടുന്നത്. ഇതിൽ ആര് ചെയ്തതാണ് യഥാർത്ഥത്തിൽ ശരി, ആരുടേതാണ് യഥാർത്ഥത്തിൽ സന്തോഷം എന്നൊക്കെ നമുക്ക് തന്നെ വായിച്ച് തീരുമാനിക്കാം. The extent to which they attain their goals is also worth considering. അതായത് ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷങ്ങൾ കിട്ടുക. അപ്പോൾ അത് ഏത് തരത്തിൽ ഏത് അളവ് വരെ അവർക്ക് കിട്ടി എന്നുള്ളതും നമുക്ക് ചിന്തിക്കാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഇതിനെ നോക്കിക്കാണാം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തീമായിട്ട് വരുന്നത് ഫൈൻഡിങ് ഹാപ്പിനെസ് ആണ്, സന്തോഷത്തെ കണ്ടെത്തുക. അപ്പോൾ ഞാൻ നേരെ കഥയിലേക്ക് വരികയാണ്. ഫ്രം ഏർലി മോർണിംഗ് ദ സ്കൈ ഹാഡ് ബീൻ ഓവർകാസ്റ്റ് വിത്ത് ക്ലൗഡ്സ്. രാവിലെ തൊട്ടെന്താണ്, സ്കൈ ആകെ ഓവർകാസ്റ്റ് ആണ്, ക്ലൗഡഡ് ആണ്. വിത്ത് ക്ലൗഡ്സ്, അതായത് ഓവർകാസ്റ്റ് വിത്ത് ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലൗഡിയാണ്, ആകെ എന്താണ്, മേഘങ്ങളുണ്ട്, മഴ പെയ്യുമെന്ന തോന്നൽ ഉണ്ട്. ദ ഡേ വാസ് സ്റ്റിൽ കൂൾ ആൻഡ് വിയറിസം ആസ് യൂഷ്വൽ ഓൺ ഗ്രേ ഡൾ ഡേയ്സ് when the clouds hang low over the fields and it looks like rain which never comes. അപ്പോൾ എന്താ പറഞ്ഞത്? ദ ഡേ വാസ് സ്റ്റിൽ കൂൾ, ഇപ്പോഴും നല്ല തണുപ്പുണ്ട്.
ആൻഡ് വിയറിസം ടയർസം എക്സോസ്റ്റിംഗ്, അതായത് ക്ഷീണമുണ്ടാക്കുന്ന തരം ഒരു കാലാവസ്ഥയാണ്. തണുപ്പുണ്ട്. ആസ് യൂഷ്വൽ ഓൺ ഗ്രേ ഡൾ എന്ന് പറയുമ്പോൾ അത്ര ബ്രൈറ്റ് അല്ലാത്ത, ഓക്കെ, ക്ലൗഡി ആയിട്ടുള്ള ഡേയ്സ്. വെൻ ദ ക്ലൗഡ്സ് ഹാങ് ലോ, മഴക്കാറുണ്ട്. ഓവർ ദ ഫീൽഡ്സ്, പാടത്തിന് മുകളിൽ മഴക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് റെയിൻ, മഴ പെയ്യുമെന്ന് തോന്നിക്കും. വിച്ച് നെവർ കംസ്, എന്നാൽ മഴ പെയ്യുകയുമില്ല. ആ തരത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഇവാൻ ഇവാനിച്ച്, the veterinary surgeon, and Bokin, the schoolmaster, were tired of walking and the fields seemed endless to them. അപ്പോൾ പാടത്തിലൂടെ ഇവാൻ ഇവാനിച്ചും ബോർക്കിനും നടന്നു പോവുകയാണ്. വളരെ ക്ഷണിച്ചിരിക്കുന്നു നടന്ന്. മാത്രമല്ല വലിയ നീണ്ട പാടശേഖരങ്ങളാണ്. അത് എന്താ പറയുക, അതിന് ഒരു അവസാനമില്ല എന്ന് കരുതി പോകും. അത്രയും നീണ്ട പാടത്തിലൂടെ അവിടെ നടക്കുകയാണ്. Far ahead, they could just see the windmills of the village of മിറോസ്കി എന്ന പേരുള്ള വില്ലേജിലെ വിൻഡ് മിൽസ് അവർക്ക് ദൂരെ കാണാം. In the calm weather, when all nature seemed gentle and melancholic, Ivan Ivanich and Bokin were filled with love for the fields and thought how grand and beautiful the country was. അപ്പോൾ കാം വെതറാണ്, മഴ പെയ്യുന്നുമെന്ന് തോന്നലുണ്ട്, പക്ഷേ മഴ പെയ്യുന്നില്ല. നേച്ചർ ഇപ്പോൾ എന്താണ്, ജെൻറ്റിലാണ്. മെലാൻകൊലിക് എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖമുള്ള പോലെ. അതായത് നമ്മുടെ കഥ ഞാൻ പറഞ്ഞു ആദ്യം, കഥ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മഴയുടെ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇനി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെലാൻകൊലിക് എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ള എന്നാണ്. അപ്പോൾ ദുഃഖത്തെ, അപ്പോൾ മഴക്കാർ ഇങ്ങനെ മൂടുമ്പോൾ ഒരു ദുഃഖത്തിൻ്റെ മൂടാണല്ലോ പൊതുവേ ഉള്ളത്. മഴക്കാർക്കിങ്ങനെ മൂടി അല്ലേ, നല്ല ഇരുണ്ട സമയമാകുമ്പോൾ ആ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവാനിച്ച് ആൻഡ് ബോക്കിൻ വെർ ഫീൽഡ് വിത്ത് ലവ് ഫോർ ദ ഫീൽഡ്സ്, അവർക്കെന്താണ് പാടങ്ങളൊക്കെ ഇഷ്ടമാണ്. ആൻഡ് തോട്ട് ഹൗ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദ കൺട്രി വാസ്. അവർ നടന്നു പോകുന്ന ഈ ഉള്ളേരിയ, അതല്ലെങ്കിൽ എന്താ പറയുക, ഗ്രാമപ്രദേശം എന്താണ്, നല്ല ഭംഗിയുണ്ട്, ഗ്രാൻഡാണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് അങ്ങനെ തോന്നുന്നു. ഇനി സംഭാഷണം തുടങ്ങുകയാണ്. ലാസ്റ്റ് ടൈം വെൻ വി സ്റ്റോപ്ഡ് ഇൻ പ്രൊക്കോഫീസ് ഷെഡ് സെഡ് ബോക്കിൻ, യു വർ ഗോയിങ് ടു ടെൽ മീ എ സ്റ്റോറി. ഇതിലാദ്യം സംസാരിക്കുന്നത് പ്രൊക്കോഫിയാണ് കേട്ടോ. പ്രൊക്കോഫി അല്ല, ബോർക്കിനാണ്, സ്കൂൾ മാസ്റ്റർ ആയിട്ടുള്ള ബോർക്കിൻ പറയാണ്, ഇവാനോട് പറയാണ്, നമ്മൾ ലാസ്റ്റ് പ്രൊക്കോഫിയുടെ ഷെഡ്, അയാളുടെ വീട്ടിൽ, പിന്നെ അയാളുടെ പണിസ്ഥലത്ത് എന്താണ് പറയുക, നമ്മൾ നിർത്തിയപ്പോൾ താങ്കൾ എന്നോടൊരു കഥ പറയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഇവാന് പറയാം, യെസ്, ഐ വാണ്ടഡ് ടു ടെൽ യു അബൌട്ട് മൈ ബ്രദർ. അതെ, ഞാൻ പറയാൻ പോയ കഥ എൻ്റെ ബ്രദറിനെ കുറിച്ചാണ്. ആരാണ് ഇവാൻ്റെ ബ്രദർ? ആരാണ്? നിക്കോളായ് ഇവാനിച്ച് കേട്ടോ. അപ്പോൾ ഇവാൻ ഇവാനിച്ച് ടുക്ക് എ ഡീപ് ബ്രെത്ത്, അങ്ങനെ നല്ലൊരു വീർപ്പിട്ടു, ശ്വാസമെടുത്തു. ആൻഡ് ലൈറ്റഡ് ഹിസ് പൈപ്പ് ബിഫോർ ബിഗിനിങ് ഹിസ് സ്റ്റോറി. ഇങ്ങനെ കഥ പറയാൻ ഇനിയിപ്പോൾ തുടങ്ങാം കേട്ടോ. ഇവാൻ ഇവാനിച്ച് ഇങ്ങനെ കഥ പറയാൻ, ഇയാളുടെ ബ്രദറായിട്ടുള്ള നിക്കോളയുടെ കഥ പറയാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് പൈപ്പ്, ഇദ്ദേഹത്തിൻ്റെ സിഗരറ്റ് ഇങ്ങനെ കത്തിക്കാൻ നോക്കുകയാണ്. പൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സാധാരണ സിഗരറ്റ് അല്ല, അതിലേക്ക് എന്താണ് ഈ പുകയിലിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് കത്തിക്കുന്നതാണ്. അപ്പോൾ അത് കത്തിക്കാനുള്ള പരിപാടിയാണ് കഥ പറഞ്ഞതിന് മുൻപായിട്ട്. ബട്ട് ജസ്റ്റ് ദെൻ ദ റെയിൻ ബിഗാൻ ടു ഫോൾ. ആ സമയത്താണ് മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഇൻ അബൌട്ട് 5 minutes ഇറ്റ് കെയിം പെൽറ്റിംഗ് ഡൗൺ ആൻഡ് ഷോഡ് നോ സൈൻസ് ഓഫ് സ്റ്റോപ്പിംഗ്. 5 മിനിറ്റ് കൊണ്ട് ശക്തമായിട്ട് മഴ പെയ്തെന്ന് മാത്രമല്ല, നിർത്തുന്ന ഒരു ലക്ഷണവും കണ്ടതുമില്ല. We ought to take shelter, said Bokin. Let us go to Alyokins. It's close by. നമ്മൾ എന്താണ്, വി ഓട്ട് ടു എന്ന് പറഞ്ഞാൽ ഷുഡ്. നമ്മളെന്താണ്, ഷെൽട്ടർ, ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു താവളം കണ്ടെത്തണം. ബോർക്കിൻ സ്കൂൾ മാസ്റ്റർ പറഞ്ഞു. ലെറ്റ്സ് ഗോ ടു അലിയോക്കിൻസ്. അലിയോക്കിൻസ് എന്ന് പറഞ്ഞാൽ അലിയോക്കിൻസ് ഹൗസ് എന്നാണ് അർത്ഥം. അലിയോക്കിൻ്റെ വീട് അടുത്തേന് നമുക്ക് അങ്ങോട്ട് പോകാം. ഇറ്റ്സ് ക്ലോസ് ബൈ, ഇതായിരിക്കുകയാണ്. വെരി വെൽ, ഓക്കെ. They took a shortcut over a stubble field until they came to the road. അങ്ങനെ അവർ എന്താണ്, ഒരു മഴങ്ങനെ പെയ്യല്ലേ, ഒരു ഷോർട്ട് കട്ട് എടുത്തു റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സ്റ്റബിൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ, സ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുറ്റികളുള്ള, എ ഫീൽഡ് കവേർഡ് വിത്ത് സ്റ്റബിൾ ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ, വിളവെടുപ്പ് കഴിയുമ്പോൾ എന്താണ്, അവിടെയുള്ള പുല്ല് ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഫീൽഡിലൂടെ അവർ ഷോർട്ട് കട്ട് എടുത്ത് റോഡിലേക്ക് എത്തി. സൂൺ ദേ കെയിം ടു എ വൈഡ് റോഡ് വിത്ത് എ മിൽ ആൻഡ് എ വൈറ്റ് ബേത്തിങ് ഷെഡ്. അങ്ങനെ വലിയ മില്ലും, കാറ്റാടി മില്ലും, അതുപോലെ തന്നെ വൈറ്റ് കളറുള്ള ബേത്തിങ് ഷെഡ്, കുളിക്കാനുള്ള കുളിപ്പുരയുമുള്ള ഒരു സ്ഥലത്തെത്തി. ഇറ്റ് വാസ് സോഫിനോ വേർ അലിയോക്കിൻ ലിവ്ഡ്. അലിയോക്കിൻ്റെ വീടാണ് അവിടെ, സോഫിനോ എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, അങ്ങനെ സോഫിനോയിലെത്തി, അവിടെയാണ് അലിയോക്കിൻ താമസിക്കുന്നത്. അലിയോക്കിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇനി ഇവാൻ നിക്കോളായുടെ കഥ പറയുന്നത്. ദ മിൽ വാസ് വർക്കിംഗ് ഡ്രൗണിങ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ. ആ സമയത്ത് അവർ പോയപ്പോൾ മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്, മാത്രമല്ല മഴയുടെ ശബ്ദം കേൾക്കുന്നില്ല, കാരണം മില്ലിൻ്റെ ശബ്ദം കൊണ്ട്. It was wet, muddy and unpleasant, and Ivan Ivanich and Bokin felt wet and uncomfortable
through and through. Their feet were tired with walking in the mud. അപ്പോൾ ഈ ചളിയിലൂടെയാണല്ലോ പാടത്തിലൂടെ അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് പറഞ്ഞത്. ഇറ്റ് വാസ് വെറ്റ് മഡി, നനഞ്ഞിട്ടുണ്ട്, മഡി ചെളിയാണ്, അൺപ്ലസൻറ്റ് അല്ലേ, അങ്ങനെ നടക്കുന്നൊരു രസമുള്ള കാര്യമല്ലല്ലോ ചളിയിലൂടെ. ആൻഡ് ഇവാനിച്ച് ആൻഡ് ബോക്കിൻ ഫെൽ ടു വെറ്റ് ആൻഡ് അൺകംഫർട്ടബിൾ ത്രൂ ആൻഡ് ത്രൂ. ത്രൂ ആൻഡ് ത്രൂ മീൻസ് കംപ്ലീറ്റ്ലി. അപ്പോൾ മുഴുവനായിട്ട് അവർ നനഞ്ഞ് കുതിർന്നു, ആകെ ചെളിയൊക്കെ ആയി. ദെയർ ഫീറ്റ് വർ ടയർഡ് വിത്ത് വാക്കിംഗ് ഇൻ ദ മഡ്. ചെളിയിലൂടെ നടന്ന് എന്താണ്, കാല് കുഴങ്ങി ക്ഷീണിച്ചു. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ റോഡിലൂടെ നടക്കുന്ന പോലെയല്ല, ചേറിലൂടെ പാടത്തിലൂടെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അങ്ങനെ അവർ ക്ഷീണിച്ചിട്ടുണ്ട്. In one of the barns, a winnowing machine was working, sending out clouds of dust. ആ സമയത്ത് അവരുടെ ബാൺ, അവരുടെ ധാന്യപ്പുര, ധാന്യം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, അതല്ലെങ്കിൽ അവിടെ വൈക്കോലൊക്കെ എടുത്തേക്കുന്ന സ്ഥലം, ഇതൊക്കെ ബാണാണ്. അവിടെ വിന്നോയിങ് മെഷീൻ. വിന്നോയിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? ഈ ഉമി വേർതിരിക്കുന്ന, അതായത് ധാന്യത്തിൽ നിന്നും ഉമി വേർതിരിക്കുന്ന പ്രക്രിയ, ആ ഒരു മെഷീനാണ് വിന്നോയിങ് മെഷീൻ കേട്ടോ. ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: വിന്നോയിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ചാഫ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഗ്രെയിൻ. അപ്പോൾ ഹസ്ക് ഗ്രെയിനിൽ നിന്നും, ധാന്യത്തിൽ നിന്നും അതിൻ്റെ ആ ഒരു പുറന്തോട്, ഇപ്പോൾ പരിയാണെങ്കിൽ അതിൻ്റെ പുറമേ ഉള്ള എന്താണ്, നെല്ല് അരിയാക്കൂലേ, അതാണ് ആ ഒരു പ്രോസസ്സ്. ആ വിന്നോയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് പൊടി ഇങ്ങനെ വരുന്നുണ്ട്. സെൻഡിങ് ഔട്ട് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്. ഓൺ ദ ത്രഷോൾഡ് സ്റ്റുഡ് അലിയോക്കിൻ ഹിംസെൽഫ്. ത്രഷോൾഡ്, വാതിൽക്ക് എന്താണ്, അവിടെ അലിയോക്കിൻ നിൽക്കുന്നുണ്ട്. എ മാൻ ഓഫ് എബൌട്ട് 40, ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. ടോൾ ആൻഡ് സ്റ്റൗട്ട്. ടോളാണ്, നല്ല നീളമുണ്ട്, പൊക്കമുണ്ട്. ആൻഡ് സ്റ്റൗട്ട് മീൻസ് സ്ട്രോങ് ആണ്. വിത്ത് ലോങ് ഹെയർ, നീളം കൂടിയ മുടിയാണ്. മോർ ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ ദാൻ എ ഫാർമർ. ഇദ്ദേഹം ശരിക്കും ഒരു ഫാർമറാണ് അലിയോക്കിൻ, പക്ഷേ ഫാർമറാണെന്ന് തോന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഫസർ ലുക്കാണ്, അതല്ലെങ്കിൽ ഒരു പെയിൻറ്റർ. ഇവർക്കൊക്കെ നന്നായിട്ട് മുടി ഉണ്ടാവുക. അപ്പോൾ പഴയ പ്രൊഫസർമാർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഫസറായിട്ടോ പെയിൻറ്ററായിട്ടൊക്കെ തോന്നും. ഹി വാസ് വെയറിങ് എ ഗ്രൈമി വൈറ്റ് ഷർട്ട് ആൻഡ് റോപ്പ് ബെൽറ്റ്. ഗ്രൈമി എന്ന് പറഞ്ഞാൽ ഡേർട്ടി ആയിട്ടുള്ള, മുഷിഞ്ഞ ചെളിയായിട്ടുള്ള ഷർട്ടാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കൃഷിക്കാരനല്ലേ, അങ്ങനത്തെ വസ്ത്രമായിരിക്കും. പിന്നെ റോപ്പ് ബെൽറ്റാണെന്ന് പറഞ്ഞാൽ കയറുകൊണ്ടുള്ള എന്തോ ഒരു ബെൽറ്റ്. ആൻഡ് പാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്. അപ്പോൾ പാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്, ട്രൗസേഴ്സിന് പകരം പാൻസ് ആണ് ധരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ പാൻസ് ഒന്നുകൂടെ എന്താണ്, ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതെന്നാണ്. ഇപ്പോൾ ട്രൗസർ, പാൻസ് എന്ന് പറയുമ്പം നമുക്ക് ചെറുത് വലുത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്, കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം എന്നുള്ളതാണ് കേട്ടോ. പാൻസ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്. ആൻഡ് ഹിസ് ബൂട്ട്സ് വർ കവേർഡ് വിത്ത് മഡ് ആൻഡ് സ്ട്രോ. ഇദ്ദേഹത്തിൻ്റെ ബൂട്ട്, ഷൂ തന്നെയാണ് ബൂട്ട്, പക്ഷേ ഷൂവിനെക്കാളൊന്നുകൂടെ കട്ടിയുണ്ടാവും. അപ്പോൾ ഈ ബൂട്ടിൽ എന്താണ്, കവേർഡ് വിത്ത് മഡ്, ചെളിയുണ്ട്, സ്ട്രോ, വൈക്കോലുണ്ട്. ഹിസ് നോസ് ആൻഡ് ഐസ് വർ ബ്ലാക്ക് വിത്ത് ഡസ്റ്റ്. മൂക്കും കണ്ണുകളൊക്കെ എന്താണ്, ആകെ ഡസ്റ്റ്, പൊടി പിടിച്ച് കറുത്ത കളറായിട്ടുണ്ട്. ഹി റെക്കഗ്നൈസ്ഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് വാസ് അപ്പാരൻ്റ്ലി വെരി പ്ലീസ്ഡ്. ഇവാൻ ഇവാനിച്ചിനെ അലിയോക്കിന് തിരിച്ചറിഞ്ഞു, അദ്ദേഹം വളരെയധികം സന്തോഷനായി. അപ്പാരൻ്റ്ലി, ഔട്ട്വാർഡ്ലി, പുറത്തേക്ക് വളരെയധികം സന്തോഷം കാണിച്ചു. പ്ലീസ് ജെന്റിൽമാൻ, ഹി സെഡ്, ഗോ ടു ദ ഹൗസ്, ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്. അപ്പോൾ അദ്ദേഹം അതിഥികളെ സ്വീകരിക്കുകയാണ്. വേഗം അകത്തേക്ക് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം, ഇപ്പോൾ വരാം എന്ന് പറയാം, ഒരു മിനിറ്റ് കൊണ്ട് വരാം. ദ ഹൗസ് വാസ് ലാർജ് ആൻഡ് 2 സ്റ്റോറീഡ്. 2 നിലയുള്ള ഹൗസാണ്, വലുതാണ്. അലിയോക്കിൻ ലിവ്ഡ് ഡൗൺ സ്റ്റേഴ്സ് ഇൻ 2 വോൾട്ടഡ് റൂംസ്. വോൾട്ടഡ് എന്ന് പറഞ്ഞാൽ ആർച്ചുള്ള റൂം, ആർച്ചുള്ള. അപ്പം 2 ആർച്ചുകളുള്ള റൂം, 2 റൂംസാണ്, അതിന് ആർച്ചുകളുണ്ട് കേട്ടോ, അതിൻ്റെ സ്ട്രക്ചറാണ്. അവിടെയാണ്, താഴെ ഭാഗത്താണ്, 2 നില ഉണ്ടല്ലോ, താഴെ ഭാഗത്താണ് അലിയോക്കിൻ താമസിച്ചിരുന്നത്. വിത്ത് ലിറ്റിൽ വിൻഡോസ്, ചെറിയ വിൻഡോസ് ആയിരുന്നു. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോക്കിൻ വർ റിസീവ്ഡ് ബൈ എ ചേംബർ മെയ്ഡ്. ചേംബർ മെയ്ഡ് അവിടുത്തെ ജോലിക്കാരിയാണ്, ജോലിക്കാരി ഇവരെ സ്വീകരിച്ചു. യു കൻ നോട്ട് ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം ടു സീ യു ജെന്റിൽമാൻ, സെഡ് അലിയോക്കിൻ. അലിയോക്കിൻ പറയാണ്, ഇനി ഞാൻ വളരെയധികം സന്തോഷനാണ് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ, അത് നിങ്ങൾക്ക് അറിയില്ല. കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹോൾ. അങ്ങനെ അവർ വീട്ടിൽ പ്രവേശിച്ച ഉടനെ അലിയോക്കിനും വന്നു. ഐ നെവർ എക്സ്പെക്റ്റഡ് യു. ഞാൻ നിങ്ങൾ പ്രതീക്ഷിച്ചതേയില്ല. പെലാഗയ, he said to the maid, give my friends a change of clothes and I will change too. അപ്പോൾ അവിടുത്തെ ജോലിക്കാരിയായിട്ട് പെലാഗയോട് പറയാണ്, ചേംബർ മെയ്ഡാണ്, എൻ്റെ ഫ്രണ്ട്സിന് മാറാൻ വസ്ത്രം കൊടുക്കൂ, ആൻഡ് ഐ വിൽ ചേഞ്ച് ടു, ഞാനും വസ്ത്രം മാറട്ടെ, ആകെ മുഷിഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ മസ്റ്റ് ഹാവ് എ ബാത്ത്, പക്ഷേ എനിക്കൊന്ന് കുളിക്കണം. ഐ ഹാവ് ഇൻ ഹാഡ് വൺ സിൻസ് ദ സ്പ്രിങ് സീസൺ, വസന്തകാലത്താണ് അവസാനം ഞാൻ കുളിച്ചത്. പിന്നെ അതിന് ശേഷം ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട്
എനിക്കെന്താണ് മലയാളികളെ പോലൊന്നും അല്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ പലയിടത്തും എന്താണ് നമ്മളെപ്പോലെ അത്ര ഇങ്ങനെ കുളിക്കാറൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പ്രിങ്ങിലാണ് ഞാൻ അവസാനം കുളിച്ചത്. അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് അവിടെ എനിക്കൊന്ന് കുളിക്കണം എന്ന് പറയാം. വുഡൻ യു ലൈക്ക് ടു കം ടു ദ ബേത്തിങ് ഷെഡ്? അങ്ങനെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ് കുളിപ്പുരയിലേക്ക്, ബേത്തിങ് ഷെഡിലേക്ക് പോരുന്നോ? ആൻഡ് മീൻ വൈൽ അവർ തിങ്സ് വിൽ ബി ഗോട്ട് റെഡി. ആ സമയം കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാകും. ഓക്കെ, വസ്ത്രവും കാര്യങ്ങളൊക്കെ ചെമ്പർമേഡ് റെഡിയാക്കി വെക്കും. അലിയോക്കിൻ ലെഡ് ഹിസ് ഗസ്റ്റ് ടു ദ ബേത്തിങ് ഷെഡ്. അലിയോക്കിൻ എന്ത് ചെയ്തു? തൻ്റെ ഗസ്റ്റുകളെ ബേത്തിങ് ഷെഡിലേക്ക് ക്ഷണിച്ചു. യെസ് ഹി സെഡ്. എന്നിട്ട് പറയാം, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് ഐ ഹാഡ് എ ബാത്ത്. ഞാൻ കുളിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ട്. മൈ ബേത്തിങ് ഷെഡ് ഈസ് ഓൾ റൈറ്റ് ആസ് യു സീ. എൻ്റെ ബേത്തിങ് ഷെഡ് ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ കുളിക്കാത്തത് കേട്ടോ, ഒക്കെ ഓൾ റൈറ്റാണ് കണ്ടോ. മൈ ഫാദർ ആൻഡ് ഐ പുട്ടിറ്റപ്പ്. പുട്ടിറ്റപ്പ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത്, ഇറക്റ്റ് ചെയ്തെന്നുള്ള അർത്ഥം. അപ്പോൾ ഞാനും എൻ്റെ ഫാദർ കൂടെ അത് ഉണ്ടാക്കിയെടുത്തത്. ബട്ട് സംഹൗ ഐ ഹാവ് നോ ടൈം ടു ബേത്ത്. പക്ഷേ കുളിക്കാൻ എനിക്ക് സമയം കിട്ടുന്നേ ഇല്ല. ഹി സാറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ് ആൻഡ് ലേതേർഡ് ഹിസ് ലോങ് ഹെയർ ആൻഡ് നെക്ക്. അങ്ങനെ ആ സ്റ്റെപ്പിൽ അദ്ദേഹം അവിടെ ഇരുന്നിട്ട്, ലേതേർഡ് എന്ന് പറഞ്ഞാൽ സോപ്പ് നന്നായിട്ട് തേച്ചു, പതപ്പിച്ചു. ഹിസ് ലോങ് ഹെയർ, തൻ്റെ നീളൻ മുടി, ആൻഡ് നെക്ക്, കഴുത്തും, ആൻഡ് ദ വാട്ടർ റൗണ്ട് ഹിം ബിക്കെയിം ബ്രൗൺ. അപ്പോൾ ശരീരത്തിൽ നിന്ന് പോയ ചെളിയോണ്ടേ ബ്രൗൺ കളറായി ചുറ്റുഭാഗമുള്ള വെള്ളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര കാലം കുളിച്ചിട്ട്, എത്ര മുമ്പ് കുളിച്ചെന്ന് ആലോചിച്ചാൽ മതി. Ivanich came out of the shed, plunged into the water with a splash, and swam about in the rain, flapping his arms and sending waves back. He swam out to the middle of the pool and dived, trying to reach the bottom. അപ്പോൾ ഇവാനിച്ചോ ഇനി ഒന്നുകൂടെ ആസ്വദിച്ചാണ് കുളിക്കുന്നത്. അപ്പോൾ ഷെഡിൽ നിന്ന് പോന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പ്ലഞ്ച് ഇൻ ടു ദ വാട്ടർ വിത്ത് സ്പ്ലാഷ്. അവിടെ കുളം ഉണ്ടാവും, ആ കുളത്തിൽ എന്താണ് നീന്തി തുടിക്കുകയാണ്. സ്പ്ലാഷ്, ആകെ വെള്ളം തെറിപ്പിച്ചിട്ട്. ആൻഡ് സ്വാം അബൌട്ട് ഇൻ ദ റെയിൻ, മഴയിലാണ് കുളിക്കുന്നത്, നീന്തുകയാണ്. ഫ്ലാപ്പിംഗ് ഹിസ് ആംസ്, കൈകളിങ്ങനെ വീശടിച്ച് നീന്തുകയാണ്. ആൻഡ് സെൻഡിങ് വേവ്സ് ബാക്ക്, കൈകൊണ്ട് ഇങ്ങനെ തീരെ പോലെ ഇങ്ങനെ അടിച്ച് ആക്കുന്നുണ്ട്. ഹി സ്വാം ഔട്ട് ടു ദ മിഡിൽ ഓഫ് ദ പൂൾ, ആ കുളത്തിലേക്ക് സെൻറ്ററിലേക്ക് നീന്തി പോകണം, ശരിക്കും എൻജോയ് ചെയ്യണം അല്ലേ. ആൻഡ് ഡൈവ്ഡ്, എന്നിട്ട് ഇങ്ങനെ അതിലേക്ക് കൂപ്പുത്തി ആഴ്ന്നു പോകുന്നു. ട്രൈങ് ടു റീച്ച് ദ ബോട്ടം, താഴെ തൊടാൻ നോക്കുന്നു. ഹൗ ഡിലീഷ്യസ്, ഓ എത്ര രുചികരം, അതായത് എത്ര സന്തോഷകരം. ഹി ഷൗട്ടഡ് ഇൻ ഹിസ് ഗ്ലീ. ഗ്ലീ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷത്തിൽ ഇങ്ങനെ പറയാം, എത്ര ഡിലീഷ്യസ് ആണത്. ഹൗ ഡിലീഷ്യസ്, ഓ ഇത് അടിപൊളിയാണ് ഇങ്ങനെ കുളിക്കുക എന്നുള്ളത്. ബോക്കിൻ ആൻഡ് അലിയോക്കിൻ വെർ ഓൾറെഡി ഡ്രസ്ഡ് ആൻഡ് റെഡി ടു ഗോ. ആ സമയം കൊണ്ട് ബോക്കിനും അലിയോക്കിനൊക്കെ കുളി കഴിഞ്ഞിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവാനിച്ച് നീന്തി തുടിക്കുകയാണ്. ബട്ട് ഹി കെപ്റ്റ് ഓൺ സ്വിമ്മിങ് ആൻഡ് ഡൈവിങ്. അവരൊക്കെ വസ്ത്രം മാറി പോകാൻ നിൽക്കുമ്പോഴും ഇവിടെ ഇവാനിച്ച് എന്താണ് കുളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഡിലീഷ്യസ് ഹി സെഡ്, ടു ഡിലീഷ്യസ്, അതിമനോഹരം. യു ഹവ് ഹാഡ് ഇനഫ് ഷൗട്ടഡ് ബോർക്കിൻ. ആ സമയത്ത് ബോക്കിൻ പറഞ്ഞു, മതി, ആവശ്യത്തിലുള്ള കുളിയൊക്കെ ആയിട്ടുണ്ട്, മതി, നിർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അവസാനിക്കുകയാണ്. നമ്മുടെ മെയിൻ ഭാഗം കഥ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇത് പുറമേയുള്ള കഥയാണ്. ഇനി ഫ്രെയിം സ്റ്റോറി അതിൻ്റെ ഉള്ളിലൊരു കഥ കൂടെ ഉണ്ടല്ലോ. ഇനി ഇവർ കുളിച്ചൊക്കെ മാറ്റി വീട്ടിൽ പോയിരിക്കുമ്പോഴാണ് ബ്രദറായിട്ടുള്ള നിക്കുളയുടെ കഥ പറയുന്നത്. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ അവിടെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ട്സ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് കൂടെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.